എല്ലാവർക്കും ഷെഫിയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ട്രൈ ചെയ്യുന്ന ഒരു റോളാണ്, ഒരു ചോക്ലേറ്റ് റോൾ. ഈ ചോക്ലേറ്റ് റോൾ നമുക്ക് ബേക്ക് ചെയ്യാൻ വേണ്ട വേറെ ഒരു പരിപാടിയില്ല. ഒരു ക്വിക്ക് ഒരു 5 minutes കൊണ്ട് നമുക്ക് ഈ റോൾ ഉണ്ടാക്കാം. ഇതിലേക്ക് എഗ്ഗോ മൈദ അങ്ങനെ ഒരു പരിപാടി നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ബേക്ക് ചെയ്യേണ്ട, സ്റ്റീം ചെയ്യേണ്ട അങ്ങനെ ഒരു പരിപാടിയില്ല. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. കൂടാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ആ ബെൽ ബട്ടൺ കൂടി അമർത്താൻ മറക്കരുത്. സോ നമുക്ക് റോൾ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാം. പ്ലീസ് ഗോ. നമുക്കിനി ഇൻഗ്രീഡിയൻസ് ഒന്ന് പരിചയപ്പെടാം. കുറച്ച് ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഏത് ബിസ്ക്കറ്റ് കൊടുക്കാം, ആരോട്ടോ എന്താണ് നിങ്ങൾക്ക് അവൈലബിൾ അത് ബിസ്ക്കറ്റ് നമുക്ക് എടുക്കാം. പിന്നെ തേങ്ങ, ഡ്രൈ കോക്കനട്ട് ആണ് കുറച്ചും കൂടെ നല്ലതായിരിക്കും, പക്ഷേ ഞാൻ എടുത്തില്ലാത്തതുകൊണ്ട് ഞാൻ ഫ്രഷ് കോക്കനട്ട് ഉപയോഗിക്കുന്നു. കുറച്ച് മിൽക്ക് പൗഡർ, പാൽപ്പൊടി, പിന്നെ പഞ്ചസാര, ബട്ടർ മെൽറ്റ് ചെയ്തത്, പാല്, കൊക്കോ പൗഡർ. അപ്പോൾ നിങ്ങൾക്ക് കൊക്കോ പൗഡർ അവൈലബിൾ എങ്കിൽ എന്തെങ്കിലും മിൽക്ക് പൗഡർ ഉപയോഗിക്കാം വീട്ടിലുള്ളത്. പക്ഷേ കൊക്കോ പൗഡർ വെച്ചാൽ നമുക്ക് ഇതിൻ്റെ സ്വീറ്റ്നെസ് കവർ ചെയ്യാനായിട്ട് ഇത്തിരി ബിറ്റർ നമുക്ക് ഹെൽപ്പ് ചെയ്യും, അല്ലെങ്കിൽ ഭയങ്കര സ്വീറ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതാണ് കൊക്കോ പൗഡർ എടുത്തത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമുക്ക് ഈ ബിസ്ക്കറ്റ് ഒന്ന് പൊടിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ബിസ്ക്കറ്റ് പൊടിച്ച് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ആഡ് ചെയ്യാം. ഇതാ ടേബിൾ സ്പൂണിൻ്റെയാണ്, അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് 2 ടീസ്പൂൺ ബട്ടർ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ ഷുഗർ. നന്നായിട്ട് മിക്സ് ചെയ്യാം. നമുക്കിതിലേക്ക് ഇത് നന്നായിട്ട് മിക്സ് ആയിട്ട് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കുക. കുറേശ്ശെ ഒഴിക്കുക, നമുക്ക് ആവശ്യത്തിന്. അല്ലെങ്കിൽ കൂടിക്കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ചോട്ട് റെഡിയായി വരില്ല. നമുക്കൊരു ചപ്പാത്തിക്കും കുഴക്കുന്ന ആ ഒരു മാവ് പോലെ കുഴച്ചെടുക്കണം. പാലത് മതി. ഞാൻ ഒരു ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചിട്ടുണ്ട്, കറക്റ്റായിരുന്നു അത്. പറ്റില്ല. അപ്പം നമ്മുടെ ഇതിൻ്റെ ബേസ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ഫില്ലിങ് റെഡിയാക്കാം. അപ്പോൾ അതിൻ്റെ ഫില്ലിങ് ഉണ്ടാക്കാം. തേങ്ങ, അതിലേക്ക് ഞാൻ മിൽക്ക് പൗഡർ ഇടുന്നുണ്ട്. ഒരു ടേബിൾ സ്പൂൺ, ഇതാ ടേബിൾ സ്പൂണാണ്. സോ 1 ടേബിൾ സ്പൂൺ, 1.5 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ ഇടുന്നുണ്ട്. ഒരു 1/2 ടേബിൾ സ്പൂൺ ബട്ടർ, ഷുഗർ, അതുപോലെ ആവശ്യത്തിന് ഒരു 1/4 ടേബിൾ സ്പൂണോളം ഷുഗർ ഇടുന്നുണ്ട്. ഇത് ആദ്യം ഒന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്യാം. ഒരു സോഫ്റ്റ്നെസ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ചോക്ലേറ്റ് റോൾ ചെയ്തിട്ട് ഇതിലേക്ക് ഫില്ല് ചെയ്യാം. പ്ലാസ്റ്റിക് എടുത്തിട്ടുണ്ട്. ഞാൻ ക്ലീൻ ഫിലിം എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് 2-3 ലെയർ ഇട്ടിട്ടുണ്ട്. ഒരു കട്ടിയുള്ള പ്ലാസ്റ്റിക് വേണം, അല്ലെങ്കിൽ റോൾ ചെയ്യുമ്പോൾ അത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വീട്ടിൽ നമ്മൾ എന്തെങ്കിലും മേടിക്കുന്നതിൻ്റെ പ്ലാസ്റ്റിക് ആയാലും മതി, അല്ല പൈപ്പ് വെള്ളം വരുന്നതിൻ്റെ പ്ലാസ്റ്റിക് ആയാലും മതി. ഓക്കെ, അതിലേക്ക് നമുക്ക് ഞാൻ അതിൻ്റെ ചോക്ലേറ്റിൻ്റെ ബോൾ വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് പ്രസ് ചെയ്തിട്ട് ഒന്ന് റോൾ ചെയ്യാം.
റോൾ ചെയ്ത ശേഷം നമുക്കിതിലേക്ക് അതിൻ്റെ ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഒരു സൈഡ് എടുത്ത ശേഷം നമുക്കത് പതുക്കെ റോൾ ചെയ്യാം. നമുക്ക് ഫുള്ളായിട്ട് റോൾ ചെയ്ത ശേഷം ഒന്ന് ടൈറ്റ് ചെയ്യണം. 2 സൈഡ് ടൈറ്റ് ചെയ്തിട്ട് നമ്മൾ റോൾ റെഡിയാണ്. പക്ഷെ നമുക്കിത് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ടൈറ്റ് ആവണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 15 മിനിറ്റ് നമ്മുടെ ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. അതിന് ബട്ടറൊക്കെ ഒന്ന് സോഫ്റ്റാണ്, അതെല്ലാം ഒന്ന് സെറ്റ് ആകാൻ വേണ്ടിയിട്ട് ഒരു 15 മിനിറ്റ് നമുക്ക് റോൾ ചെയ്യാം. കട്ട് ചെയ്യാൻ വെക്കുമ്പോൾ ഇത് ഉണ്ടാക്കാൻ നമുക്കൊരു 5 മിനിറ്റ്സ് മതി. പക്ഷെ ഒരു 15 മിനിറ്റ് പിന്നെ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ബട്ടർ ഒന്ന് സെറ്റ് ആവും. അതിനുശേഷം നമുക്ക് കട്ട് ചെയ്യാം. അല്ലെങ്കിൽ കട്ട് ചെയ്യുമ്പോൾ പൊടിഞ്ഞു പോകും. അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനത് അഴിച്ചിട്ട് കട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവരും കണ്ടു എങ്ങനെയാണ് ഈസി ആയിട്ടൊരു ചോക്ലേറ്റ് റോൾ ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ വീട്ടിൽ ട്രൈ ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. കൂടാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ആൻഡ് ആ ബെൽ ബട്ടൺ കൂടി അമർത്താൻ മറക്കരുത്. പുതിയ വീഡിയോ അത് വീണ്ടും കാണാം. താങ്ക് യു.